ഇങ്ങോട്ട് വന്നേ. നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിക്കുന്നത്. ഈ അത് കൊളാക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റു. ഇത് കൊളാക്കണതാ. ഡ്രൈവർ ട്രൗസർ ഞാൻ ഇട്ടുണ്ട്. ട്രൗസർ അല്ല, ഡ്രൈവർ. വലൈക്കും അസ്സലാം. തുടക്കം തന്നെ പിഴച്ചു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇൻഷാ അല്ലാഹ്. മാറിക്ക്. ഫക്കീർ സുൽത്താനായാലും തെണ്ടല് മറക്കൂല എന്നൊരു ചൊല്ലുണ്ട്. കണ്ടില്ലേ ലക്ഷണം കെട്ട ഒരു മുസൽമാൻ. അസ്സലാമു അലൈക്കും. ബാപ്പാ. ഉമ്മ. ഉമ്മയോ? എന്താ കണ്ണ ഇതെല്ലാം? കണ്ണനല്ല ഉമ്മ, കമാലുദ്ദീൻ. കമാലുദ്ദീനോ? പേരും മാറ്റിയോ? വേണമെങ്കിൽ ഞാൻ തലവരെ മാറ്റും. നമ്മുടെ മോൾക്ക് വേണ്ടി ഇങ്ങനെയൊരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ. എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. ഓൻ എന്നെ അനുഗ്രഹിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓ മൈ ഗോഡ്, മറന്നു. ഇക്കായിക്ക് അറിയില്ല. തറബാട്ടി കയറ്റിയ പൊര പൊളിച്ച് പന്തല് പണിയണേനമാ ഇതൊക്കെ. വേണ്ടാത്ത വർത്തമാനം പറയാതെ. എന്റെ അള്ളോ, ഈ സമയത്ത് നിസ്കാരമാണ്. നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? എല്ലാരും ഉണ്ടല്ലോ, ചുമ്മാ നിസ്കരിച്ചൊന്ന് ഷൈൻ ചെയ്യാം. എന്റെ അള്ളോ, നിസ്കാരത്തിന് ഒരു നേരം കാലൊക്കെ ഉണ്ടടാ. പറയാ ആണോ? എങ്കിലിത് സൂര്യ നമസ്കാരാക്കി മാറ്റാം. സുന്നത്ത് കഴിഞ്ഞുള്ളൂ കമാലിദിനെ. ഇത്ര പെട്ടെന്ന് എക്സസൈസ് ഒന്നും പാടില്ല. കുഞ്ഞുമുഹമ്മദേ, ഇനിയിപ്പൊ നിക്കാഹിനുള്ള തീയതി അങ്ങ് നിശ്ചയിക്കാം. എന്താ മാധവൻ നായരെ? ഓ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. പൊന്നാനിന്ന് പുറപ്പെടാൻ താമസിച്ചു. ഏതായാലും നമുക്ക് ചടങ്ങിന് തുടങ്ങാം. എന്നാട്ടെ. എന്റെ അള്ളോ, നീട്ടിയുടെ പെരുന്നാളായിരിക്കും. ചെറിയ കിട്ട് കാണിക്ക്. കല്യാണ വീട്ടിലെ പുയ്യാപ്പള മരണ വീട്ടിലെ മയ്യത്താവുന്ന തോന്നണേ. മയ്യത്തോ? ശവം ശവം. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് മൂസുട്ടി. നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം ഉണ്ടാക്കുന്ന ഒരാള് വരണുണ്ടല്ലോ. ആര്? കാലൻ. ആ കാലോ? നോക്ക്, ഇളകി മറിഞ്ഞു വരണ കണ്ട. എന്റെ ഗുരുവായൂരപ്പാ. അല്ലാ, അല്ലാന്ന് വിളിക്കടാ. എന്റെ അള്ളോ. സോറി, മെത്രാനെത്തി. കണ്ണനെന്തേ? കണ്ണനല്ല, കമാലുദ്ദീൻ. എന്റെ മോനെ കണ്ണാന്ന് വിളിച്ചാ മതി. ഏത് കമാലുദ്ദീൻ ആയാലും അവൻ നമ്മുടെ കണ്ണൻ തന്നെയല്ലേ. ആ, മാഷ് പറഞ്ഞത് അതിന്റെ ശരി. മതം ഏതായാലും ജാതി നന്നായ മതി. കണ്ണാ, കമാലുദ്ദീനെ. എന്താ ഈ സമയത്ത് കാണിക്കണേ? ഈ സമയത്താണ് ഉമ്മ വയ്ക്കുന്നത്. സിസ്റ്റേഴ്സ്, ഞങ്ങൾ ഇത്തിരി തിരക്കിലാണ്. ഞങ്ങളൊന്ന് യൂറിനിലേക്ക് ബാത്റൂം പാസ് ചെയ്യാൻ. അല്ല, അതിൽ കൂടെ കുറച്ച് ലാറ്ററിനും പാസ് ചെയ്യാം. അപ്പൊ 1-നും 2-നും 3-നും പോവാം. വേണമെങ്കിൽ ഒരുമിച്ച് പോവാം. വേണ്ട അല്ലേ? എക്സ്ക്യൂസ് മീ, ഒന്ന് മാറിക്കണേ. ഒര നിറഞ്ഞേക്കല്ലേ. ടെൻഷൻ കൂടിയതാ. ബഷീർ വന്നില്ലേ? ഇല്ല. കമാലുദ്ദീനെ കണ്ട? ഇല്ല. ഇതെങ്ങനെ പോയത്? വേറെ കമാലുദ്ദീൻ പുയ്യാപ്പിളയുടെ പേരാ. സുലൈമാനി, അവന്റെ ഒരു കച്ചവടം. നിങ്ങൾ നമ്മൾ എവിടൊക്കെ തപ്പി? എന്താ ഇപ്പോഴേ പൊരേന്റെ ഉള്ളില്? അയ്യോ, തറയാ. മണിയറ കാണാൻ കനാലുദ്ദീൻ. ഇപ്പം മണിയറ കാണാൻ പാടില്ലെന്ന് അറിയില്ലേ? പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ ആ, നിക്കാഹൊന്ന് കയ്യേറ്റ എന്നെ നമ്മൾ അറയിലിട്ട് പൂട്ടും. അവന് മുമ്പ് പൂട്ടാൻ എന്റെ പേടി. എന്താ ഒരു ബെറയില് എലിപ്പനി പിടിച്ച? ഞമ്മക്കൊന്നുമില്ല. നീ പഠിച്ച പിന്നെ വെറുതെ നിൽക്കുമ്പോ ഒരു വിരച്ചിലുണ്ടോന്ന് സംശയം. കണ്ടപൂച്ച കൊറേ ആയിങ്ങനെ ഫോളോ ചെയ്യണേ. കമാലുദ്ദീൻ ഇവിടെ നിൽക്കണം. മെത്രാനെത്തി. മെത്രാനാ? തങ്ങള്. പെങ്ങളല്ല, തങ്ങള്. ആ, ചടങ്ങിന് സമയമായി. വാ 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 വാ. ഇനി എനിക്ക് ബാത്റൂമിൽ പോയാൽ കണ്ണാ, കമാലുദ്ദീൻ. കമാലുദ്ദീനെ ആരാ?
നിന്റെ അച്ഛനാ. മത്തായി ഉണ്ട്. സുവിശേഷത്തിന് വന്നാണോ? ആ. ഇപ്പോഴേ ഇത്ര വെപ്രാളമായാലോ? വലിയ ധൈര്യശാലിയാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല. ആഹാ. രണ്ടുപേരും കൂടിയാണ് ബാത്റൂമിൽ പോയത്. അല്ല, ഒരു വഴിക്ക് പോയപ്പോ ഒരാളും കൂടി ഇരുന്നുള്ളൂ. വന്നോളൂ വന്നോളൂ. അതെ അച്ഛാ, ഈ അള്ളായും കൃഷ്ണനും ക്രിസ്തു എല്ലാം ഒന്നാന്ന് പറഞ്ഞ ശരിയാണോ? ആണെങ്കില് അങ്ങനെ ആയിരുന്നെങ്കിലും ഞാൻ ആശിച്ചു പോവാ. അച്ഛാ, എനിക്കൊരബദ്ധം പറ്റി. എന്തു പറ്റി? അത് എല്ലാവരും കൊണ്ട് ഇവിടെ നിൽക്കുക. നിക്കാഹിന് സമയമായി. പുതിയാപ്പിള വന്നാട്ടെ. വരൂ. എന്നെ കൊണ്ടോണു. ഞാൻ ഇവിടെ ഒരാളെ കണ്ട. വാ. അയ്യോ. برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الامي وآله وصحبه اجمعين. നീ അങ്ങ് ഉദ്ദേശിക്കുന്ന ആൾ ഞാനല്ല. കൂടെ വന്നതും ഞാനല്ല. എന്താ? എന്തു പറ്റി? അള്ളാഹുവിന്റെ നാമത്തിൽ നടക്കുന്ന പുണ്യകർമ്മമായതുകൊണ്ട് എനിക്കിതിൽ പങ്കെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇവൻ ഇസ്ലാമല്ല. തങ്ങൾ എന്താണ് ഈ പറയണത്? പൊന്നാനിയിൽ വെച്ച് തങ്ങളല്ലേ ഓനെ മതം മാറ്റിയത്? പൊന്നാനിയിൽ വന്നു എന്ന് നേര് തന്നെ, പക്ഷെ മതം മാറിയിട്ടില്ല. സത്യമാണോ ഞാൻ കേട്ടത്? ആണോ? സത്യാണ്. മൂസൂട്ടി, എന്താ നമ്മൾ ഈ കേൾക്കണത്? ക്ഷമിക്കണം. എന്റെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാ നീ. ഈ കള്ളക്കാഫറിന്റെ കൂടെ കൂടി എന്നെ ചതിച്ചു അല്ലടാ? തങ്ങൾ ഉപദേശിച്ചപ്പോ അള്ളാഹുവിനെ പറ്റിക്കുന്നതിലും ഭേദം ഹാജിക്കയെ പറ്റിക്കുന്നതാന്ന് തോന്നി, അതുകൊണ്ടാ. കൊല്ലും ഞാൻ നിന്നെ. കല്യം കൊല്ലുമൊക്കെ വേണ്ടത് ഇവനെയല്ല, നമ്മളെയൊക്കെ മണ്ടന്മാരാക്കി കള്ള പന്നീനാണ്. ഈ തറവാട്ട് മുറ്റത്തിന്റെ മയ്യത്ത് നമ്മൾ ഒരുക്കും. ഇസ്ലാമിന്റെ ചോരയാണ് നമ്മുടെ ശരീരത്തിൽ ഓടണമെങ്കിൽ തല്ലി കൊലടായി. അയ്യോ, നമ്മുടെ മോനെ. എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു അല്ലേ? എങ്ങനെയാ ഞാനീ കടം വീട്ടുക? ഈ മുത്തിനെ കിട്ടിയ ഞാൻ ഭാഗ്യവാനാ. മക്കത്ത് പോകാതെ തന്നെ ഉണ്ണിയും കിട്ടിയ മുസൽമാൻ. മോളൂട്ടി, തറവാട്ടിലൊരു കുഞ്ഞിക്കാല് കാണാൻ ഇവിടെ നിക്കാഹിന് മുമ്പ് തന്നെ ഇക്ക നേർച്ച നേർന്നതാ. ഹാജിക്കാന്റെ പൊരയിലാണെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി. അതിനെന്താ, ദൈവത്തിനുള്ള നേർച്ചയല്ലേ, നടക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഈ മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെ മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ളതല്ല, ഒന്നിപ്പിക്കാനുള്ളതാണ്. കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നേക്കൂ. കൈമാറിയാൽ അപ്പ ശീലക്കേടാ. അതിന് നിന്റെയും ആർക്കെങ്കിലും കിട്ടിയിട്ട് വേണ്ടേ? മോക്ക് എന്തെന്നാ പേരിട്ട്? അമ്മ വിളിക്കണത് പൊടിമോളെന്നാ. വെറുതെ ഒന്ന് വിളി കേൾക്കാൻ എന്റെ മോളുടെ പേരിട്ടു. മരുമകളെ അല്ല, മയ്യത്താ നിന്റെ അമ്മമാരനെ ഏൽപ്പിച്ചത്. പിന്നെ എന്തിനാ ഇപ്പൊ രക്തബന്ധോ? കുട്ടികളില്ലാത്തവരല്ലേ? മനസ്സിലിരിപ്പ് ശരിയല്ല, പിന്നെ എങ്ങനെ കുട്ടികളുണ്ടാവുക? നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഒരു വർഷം മുമ്പ് ഇതുപോലെ ഒരു ചടങ്ങ്, ആ ചടങ്ങിന്റെ അന്ന് തെരുവ് പട്ടിയെ പോലെ തല്ലിച്ചയച്ചത് തന്നെ ഒന്നും മറക്കാൻ പറ്റണില്ല. പൊടിമോളെയും കൊണ്ട് ചെല്ലൂന്ന് കരുതി അവിടെ ചടങ്ങൊരുക്കം തുടങ്ങി. വേണ്ട, നമ്മുടെ കുഞ്ഞിന് അങ്ങനെ ഒരു ആചാരവും കർമ്മവും ഒന്നും വേണ്ട. ജാതി മതമൊന്നും ഇല്ലാതെ അതൊരു മനുഷ്യക്കുഞ്ഞായി വളർന്നോട്ടെ. അല്ലാ, ഈ ശൈത്താൻ എപ്പോ തുറന്നു വിട്ടത്? എന്നെ ഇട്ടേക്ക് പോകല്ലേ മുതലാളി. തിരിച്ചു നിർത്തണ. അങ്ങോട്ട് തിരിഞ്ഞേക്ക് മുതലാളി. ജമാലിക്കൊക്കെ ഒന്ന് കുത്താനല്ലേ. ഞാൻ തിരിച്ചു വരില്ലെന്ന് കരുതിയല്ലേ? കൊലക്കുറ്റത്തിനല്ല ഞാൻ ജയിലിൽ പോയത്, പക്ഷെ ഇപ്പൊ ഒരു കൊല ചെയ്യാനാ ഞാൻ വന്നത്. അല്ലാഹുവ സത്യം, നബീസ് ഉമ്മളെ കൈവിട്ടു പോയി.
എന്നെ കൊല്ലരുത്. എന്റെ സുന്ദരിയായ പെങ്ങൾക്ക് കെട്ടിയോനില്ലാണ്ട് പോവും. ഇങ്ങനത്തെ ഒരു കെട്ടിയൻ എന്റെ പെങ്ങൾക്ക് കുടലെടുത്ത് കൈ പിടിച്ചു കൊടുത്ത് റൗഡി മച്ചായൻ കുടലെടുത്ത്. ജയിലിൽ നിന്ന് ഓന്റെ കത്ത് വന്ന പിന്നെ തുടങ്ങിയതാണല്ലോ നിങ്ങൾക്ക് ഈ പിരാന്ത്. ആ കത്തവിടെ എന്തിനാ അത് കത്തിച്ച് കളഞ്ഞാലേ നമുക്ക് ഇനി ഉറക്കം വരും. കത്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വായിച്ചില്ലേ, ജമാലിന്റെ മനസ്സിൽ ഇപ്പോഴും നബീസ് തന്നെയാ. വാശി പിടിച്ച ഉടുമ്പിന്റെ സ്വഭാവ ഓന്. ഒന്ന് കെട്ടിയതായാലും പെറ്റതായാലും ഓന് നബീസിനെ വേണം. ഇല്ലെങ്കി അള്ളാണ് സത്യം, ഓ നിങ്ങളെ തട്ട്. സമയം 1:30 കഴിഞ്ഞു. ഇജ്ജ് വിഷമിക്കാണ്ടിരിക്ക്, നബീസ് വരും. അകത്തുനിന്ന് ഓരോരുത്തർ കുശുകുശിക്കാൻ തുടങ്ങി. അത് ഇറച്ചിയുടെ മണം പിടിച്ചിട്ടാവും. ബിരിയാണി അകത്ത് ചെല്ലുമ്പോ എല്ലാം നിർത്തിക്കോളും. അതല്ലെന്ന്, നബീസ് വരില്ലെന്നാ എല്ലാരും പറയണത്. ഓ, ഇക്ക വിളിച്ചാ ഓള് വരും. ഇല്ലെങ്കി എല്ലാവർക്കും കൂടി ബസം പീങ്ങി ഇങ്ങ് ചാവ. ഒരിക്കൽ കല്യാണ പന്തൽ വെച്ച് നാണോ മാനോ കളഞ്ഞു കുളിച്ചതാണ്. ഇപ്പതേ വീണ്ടും ആൾക്കാരെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നു. ഇക്ക അവളെ ഒന്ന് വിളിക്ക്. ഹലോ, മോളെ, വല്യമ്മ. നീ വരില്ല അല്ലേ? അനക്ക് വേണ്ടിയല്ലേ ഈ വല്യമ്മാമ ഇത് നടന്നത്? എന്റെ നെഞ്ചിലെ ചൂടേറ്റ് വളർന്ന മോളാ നീ. ആ നെഞ്ചിൽ തന്നെയാ നീ വീണ്ടും വീണ്ടും കുത്തണത്. വേണ്ട, എന്റെ മോള് വരണ്ട. പക്ഷെ ഈ ചടങ്ങിൽ വന്നില്ലെങ്കിൽ നിന്റെ വല്യമ്മാമയുടെ മയ്യത്ത് കാണാൻ എന്റെ മോള് വരേണ്ടി വരും. മോളെ, മനസ്സെന്ന് പറയുന്നത് ഒരു ത്രാസ് പോലെയാ. ആ സമാസമം നിർത്താൻ വലിയ പാടാ. ഭർത്താവിനെ വന്ദിക്കണം എന്ന് വെച്ച് സ്വന്തം വീട്ടുകാരെ നിന്ദിക്കാൻ പാടില്ല. മോള് പോണം. എന്റെ മോനെ കാണുന്നതിന് മുമ്പ് അവരില്ല കണ്ടത്. അവരുടെ ശാപം എന്റെ മോക്ക് വേണ്ട. മോള് പോയിട്ട് വാ. നബീസ് എന്ത് ചെയ്യണ്? ഹാജിക്കാന്റെ അടുത്തുണ്ട്. ഹലോ. താൻ നബീസിനോട് പോണ്ടാന്ന് പറഞ്ഞ് എന്നാ കേട്ടോ. നബീസു ഇപ്പൊ ഇമ്മടെ കൂടെ ഉണ്ട്. ഒരു ബുദ്ധിമോശം കൊണ്ട് എന്റെ കൂടെ ചാടി പോന്ന. പക്ഷേങ്കി ഓള് മാളിയക്കര തറവാട്ടിലെ മുത്താണ്. ഓൾ അമ്മാവന്മാര് പറഞ്ഞത് അനുസരിക്കൂ. തനിക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ മൂക്കിന്റെ താഴെ, അതായത് മേൽചുണ്ടിന്റെ മേലെ ഒരു സാധനമുണ്ട്, മീശ. അതങ്ങ് ഷേവ് ചെയ്ത് കള. എന്നിട്ടൊരു പൊട്ടും വെച്ച് സാരി ഉടുത്ത് നടക്കണം. സ്വന്തം ഭാര്യ ബലവെക്കാത്തവൻ ആ വേഷം നന്നായിട്ട് ചേരും. അതുകൊണ്ടാണ് താൻ മീശോയ്ക്കകത്ത് എന്തു പറ്റി? പേടിച്ചുപോയി. ഓ നാട്ടിന്റെ തല കൊണ്ടാണ് സൂപ്പ് കുടിക്കുന്നെങ്കിൽ നിന്റെ കെട്ടിയോൻ കുറുക്കന്റെ തല കൊണ്ടാ സൂപ്പ് കുടിക്കുന്നത്. അല്ലെ, ഇമ്മടെ തല കൊണ്ടുള്ള സൂപ്പ് ജമാല് കുടിക്കും. വല്യമ്മ വിളിച്ചപ്പോ മതി. എന്നെ ധിക്കരിച്ച് എപ്പ നീ വീട്ടിൽ നിന്ന് പോയോ ആ നിമിഷം പോയി. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, എന്റെ മനസ്സിൽ നിന്ന്. നോക്കണ്ട, കരുതിക്കൂട്ട് എല്ലാരും കൂടി എന്നെ തോൽപ്പിക്കായിരുന്നു അല്ലേ? ഇല്ല, ഇനി കണ്ണൻ നിനക്ക് ആരുമല്ല. എന്റെ കരള് കുത്തി കീറിയിട്ട് എന്റെ മാനം കെടുത്തിയിട്ട് നാണുല്ലോടി നിനക്ക് മാപ്പി വയ്ക്കാൻ. കണ്ണ, മുറ്റത്ത് നിർത്തിയുള്ള വിചാരണ വേണ്ട. രണ്ടു ലോകത്തോട് കയറ്. ഇവരുണ്ടല്ലോ, നിന്റെ ബന്ധുക്കളുണ്ടല്ലോ, ഒരിക്കലും ശപിച്ചേൽപ്പിച്ച മയ്യത്താടി നീ. ഇപ്പൊ കൊക്കുന്നകം കുറിപ്പിച്ച് കഴുകന്മാരെ പോലെ കൂടിയിരിക്കുക ചേറ്റകള്. എനിക്കാരുടെ വക്കാലത്തും വേണ്ട. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയവൾക്ക് ഇനി വീട്ടില് സ്ഥാനമില്ല. പോയിക്കോ, അവരുടെ കൂടെ പോയിക്കോടി. നിനക്കെന്താ സ്വബോധം നഷ്ടപ്പെട്ടോ? എന്താ മോനെ ഇതൊക്കെ? നീ മദ്യപിച്ചിട്ടുണ്ടോ? അതെ, ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. അറിയോ, അത്രയ്ക്ക് ഞാനിവളെ സ്നേഹിച്ചു പോയി, വിശ്വസിച്ചു പോയി. പക്ഷെ ഇവളെന്നെ വഞ്ചിച്ചു. വഞ്ചന, മതം മാറ്റത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെ